ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒണിയൻ റിങ്സ് ആണ്. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ദാണ്ട ഞാൻ കുറച്ച് സവാള ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 6 സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. വലിയ സവാള വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ വാടിയ സവാളയൊന്നും എടുക്കരുത്, നല്ല പച്ചയായിട്ടുള്ള സവാള എടുക്കണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ആദ്യത്തെ ആ ഒരു പീസ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇതുപോലുള്ള കനത്തിലായിരിക്കണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട്. കനം കുറഞ്ഞു പോകരുത്. അതുപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ താഴെ വരെയും ഒരേ ഷേപ്പിൽ തന്നെ ഒരേ കനത്തിൽ തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. ഒരു സൈഡ് കനം കൂടുതലും ഒരു സൈഡ് കനം കുറഞ്ഞും പോകരുത്. ഇതുപോലെ നമുക്ക് വലിയ സവാള എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് റിങ്സ് നമുക്ക് കിട്ടും. ചെറിയ സവാള ആകുമ്പോൾ അത്രയും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേ രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ കനത്തിൽ തന്നെയാണ്. ഇനി നമുക്കിതെല്ലാം ഇതേപോലെ ഓരോരോ വളയങ്ങളായിട്ട് ഇതുപോലെ അടർത്തിയെടുക്കണം. പിന്നെ ആ ഉള്ളിയുടെ ആ നടുവശം ഉണ്ടല്ലോ, ആ സെൻട്രൽ ഭാഗത്തുനിന്ന് കിട്ടുന്നത് നമുക്കത് വളയമായിട്ട് കിട്ടത്തില്ല. അപ്പം നമുക്കത് കറികൾക്കൊക്കെ ചേർക്കാൻ നേരം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി ഇത് ഇളക്കി എടുക്കാനായിട്ട്. 2-3 ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് അടർത്തി മാറ്റാൻ പറ്റും. എന്താ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളിയെല്ലാം നമുക്ക് ഇതേപോലെ റിങ്സ് ആയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ അതാണ് എല്ലാം ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് ചെയ്യാനായിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ അരിപ്പൊടിക്ക് പകരം നമുക്ക് കോൺഫ്ലോർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുപോലെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും അത് കഴിക്കുമ്പോൾ. കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. അത് എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ബാറ്റർ ആക്കി എടുക്കണം. സാധാരണ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. കാരണം ഇത് നമ്മൾ ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ ആ കൺസിസ്റ്റൻസി നമുക്ക് അറിയാതെ പോകും. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയില്ലാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ബാറ്റർ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ആ ബാറ്റർ ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട്. എങ്കിലും ഞാനൊന്ന് പറയാം. നമ്മൾ ബ്രെഡ് ചെറിയ പീസായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ചെറിയ തീയിലിട്ട് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഗോൾഡൻ കളർ ആവുന്നത് വരെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ നമുക്ക് ഒരുപാട് നാൾ നമുക്കിത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ അധികം റോസ്റ്റ് ചെയ്തെടുത്തിട്ടില്ല. ഈ ഒരു കളർ ആയപ്പോൾ തന്നെ ഇത് മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇപ്പം തന്നെ ഉപയോഗിക്കാനായതുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങ് റോസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു ക്രിസ്പിനെസ് വരണം. ആ ഒരു രീതിയിലാകുമ്പോഴേ നമ്മൾ ഇത് എടുക്കണം. അതുപോലെ നമ്മൾ തീ കൂട്ടിയിട്ട് റോസ്റ്റ് ചെയ്യാൻ പാടില്ല. ചെറിയ തീയിലിട്ട് വേണം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതേ രീതിയിൽ ബ്രെഡ് ക്രംസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റിങ്സ് ഇതേപോലെ നമ്മുടെ ബാറ്ററിലേക്ക് ഓരോന്നിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു സ്പൂണോ ഒരു ഫോർക്കോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് എടുത്തിട്ട് നമ്മുടെ ആ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കൈകൊണ്ട് എടുക്കുന്നതിനെക്കാട്ട് നല്ലത് ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ബാറ്റർ നമ്മുടെ കയ്യിലും അതേപോലെ ഈ ബ്രെഡ് ക്രംസിലും ഒന്നും ആവില്ല. നല്ല രീതിയിൽ നല്ല കോട്ടിംഗ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇതേ രീതിയിൽ എല്ലാ സൈഡിലും ഈ ആ റിങ്ങിൻ്റെ അകത്തും പുറത്തും ആകുന്ന രീതിയിൽ തന്നെ നമ്മൾ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ദാണ്ട ഞാൻ ഒരെണ്ണം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഒരെണ്ണം കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കോരിയിട്ട് കൊടുത്താൽ മതി നമ്മുടെ ആ ബ്രെഡ് ക്രംസ്. അപ്പം നമുക്ക് ബാക്കിയുള്ളതും എല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ റിങ്സ് എല്ലാം ഇവിടെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് എണ്ണയൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് എണ്ണ മാത്രം മതി. ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എണ്ണ നല്ല രീതിയിൽ ചൂടായ ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം ഉള്ളി ആയതുകൊണ്ടും അതുപോലെ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ടും പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ഓയിൽ ഓവറായിട്ട് ചൂടാവാതെ ഒരു മീഡിയം ലെവലിലൊക്കെ ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി വെച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെ ഓരോന്നും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഒരു വശം ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ ഓരോന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണിത്. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ്, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇതാ ഒരെണ്ണം എന്താ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമ്മളിത് മാറ്റിയെടുക്കണം കേട്ടോ. ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവാനായിട്ട് നിൽക്കണ്ട. കാരണം നമ്മളിത് കോരി വെച്ച് കഴിയുമ്പോഴേ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇത് ഒന്നുകൂടി മൂത്ത് കിട്ടും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ തന്നെ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് കോരിയെടുക്കാം. നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ബാക്കി ഇരിക്കുന്നതും കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഓണിയൻ റിങ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഉള്ളി കട്ട് ചെയ്യുമ്പോൾ നല്ല ഷേപ്പിൽ ഒരേ രീതിയിൽ തന്നെ ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാമെങ്കിൽ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.